ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വൃശ്ചിക മാസം 1-ാം തീയതി ആയിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ അമ്പലത്തിലൊന്ന് പോവുകയാണ് കേട്ടോ. മക്കളൊന്നുമില്ല, ഞാൻ തന്നെയുള്ളൂ, അവരാരും എണീറ്റിട്ടില്ല. നടന്നാണ് പോണത്, വണ്ടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമുക്കിവിടെ കതിരിൻ്റെ ബാക്കിൽ കൂടെ പോയാൽ ഇവിടെ വില്ലോത്ത് ക്ഷേത്രത്തേക്ക് എളുപ്പം എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ നടന്നു തന്നെയാണ് പോണത് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അമ്പലത്തിൽ പിന്നെ വിശേഷങ്ങൾ അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഒന്ന് മാല ഇടുന്നതുകൊണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ പോണ വഴിയിലൊരു വീടിൻ്റെ ഫ്രണ്ടിലുള്ള പൂവാണിട്ടത്, ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ വീഡിയോ എടുത്തതാണ്. നടന്ന് പോകാനേ നല്ല വൈബ്, കാരണം കുറേ നാളായി ഇങ്ങനെയൊക്കെ നടന്നിട്ട്. വണ്ടിയിൽ അങ്ങനെ പോണു വരുന്നു എന്നല്ലാതെ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ നടക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇനിയിപ്പോൾ എന്താ, ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കുക്കിങ്ങിലേക്ക് കിടക്കണം. ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കണത്? കഞ്ഞി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കാം ഞാൻ. രാവിലെ തന്നെ നല്ല അടിപൊളി ഒരു കഞ്ഞി ആക്കിയാലോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടൊരു കഞ്ഞി ഉണ്ടാക്കാം അല്ലേ? എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. അപ്പം കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടുപോകുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും വീഡിയോസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം. ഓക്കേ. അപ്പോൾ ഞാൻ ഈ കഞ്ഞി ഉണ്ടാക്കണതേ, കുറച്ച് അരി എടുക്കണേ, കുറച്ച് ചെറുപയർ, കുറച്ച് തേങ്ങാപ്പാൽ ഒക്കെ ഒഴിച്ചിട്ട് അടിപൊളി കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ അതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ നമുക്കത് എന്തൊക്കെയുള്ളത് നോക്കട്ടെ. ചെറുപയറല്ലേ, ഒരു 4 അരി, ഇത്ര മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അരിയും ചെറുപയറും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത്, ഉപ്പിട്ടിട്ടില്ല, വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു സിമ്മിലിട്ടൊരു 3 വിസിലടിക്കുമ്പോഴത്തേക്കും അത് റെഡിയാവും. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ തേങ്ങയിലൊന്ന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാലൊന്ന് ആക്കിയെടുക്കട്ടെ കേട്ടോ. ചെറുപയർ കഞ്ഞി പൊതുവെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ആദ്യമായിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കണത്. അതിനിപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടെ കേട്ടോ, നോക്കട്ടെ. കഞ്ഞിയിൽ സാധാരണ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കുടിച്ചിട്ടുണ്ട് മുമ്പ്. പക്ഷേ ഈ ചെറുപയർ കഞ്ഞിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള എങ്ങനെയാണ് ടേസ്റ്റ് എന്നറിയില്ല. അപ്പോൾ എന്തായാലും ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് നല്ല വെന്തളിഞ്ഞ് പോയിട്ടില്ല കേട്ടോ, അങ്ങനെ ആയിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാലെടുത്ത് വെച്ചില്ലേ, അതും കൂടെ ചേർക്കുകയാണ് കേട്ടോ.
അതിന് ശേഷമാണ് ഉപ്പിടുന്നത്. ഓരോരുത്തർ കുടിക്കുന്നതിനനുസരിച്ച് അപ്പോൾ ഉപ്പിടാമെന്ന് വിചാരിച്ചിട്ട് ഒന്നിച്ചിട്ട് വെച്ചാൽ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ കേടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തിക്കായതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാണ്. മക്കളൊക്കെ എണീറ്റിട്ടുണ്ട്, എല്ലാവരും കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ കൂടെ ഞാൻ അച്ചാറും കൂടെ എടുക്കുന്നുണ്ട്. അച്ചാർ ആവശ്യമൊന്നുമില്ല, എന്നാലും കുറച്ച് അച്ചാർ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചെറുപയറും സാധാ ചെറുപയർ കഞ്ഞി ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കിച്ചുമോളും പറഞ്ഞു, പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അമ്മ ഒന്നും കൂടെ ടേസ്റ്റ്. പക്ഷെ എല്ലാവരും എടുത്തതൊക്കെ എല്ലാവരും കുടിച്ചു, അതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചാറുണ്ടല്ലോ, അന്നത്തെ നാരങ്ങ അച്ചാർ, അത് നല്ല അടിപൊളിയായിട്ട് കേട്ടോ അച്ചാർ. അപ്പോൾ ആ അച്ചാർ എന്താ പറയുക, അതേപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇട്ട് നോക്കണത്. ഞാനൊരു യൂട്യൂബിൽ കണ്ടത് തന്നെയായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട് അച്ചാർ, അടിപൊളി. ഇരിക്കും തോറും ഒന്നുകൂടെ ടേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വന്നു, കുറേ 10 മണിയൊക്കെ ആവാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനും കിച്ചുമോളും നമ്മുടെ ടാങ്ക് ഒന്ന് കഴുകാൻ വേണ്ടി മുകളിലേക്ക് പോവുകയാണേ. ഇത് കുറുമ്പീനെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുക. കഴുകാം. ഇത് പുതിയ ടാങ്ക് ആയതുകൊണ്ട് ഞങ്ങൾ അന്ന് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു കഴുകണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കഴുകാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാൻ വിചാരിച്ചു. പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ഒന്നൊരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെള്ളം നിറയ്ക്കണ, അതായത് മോട്ടർ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ഒന്നും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് റെഡിയാക്കി എടുക്കണമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവളാകുമ്പോൾ ശരിക്കും അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യും, അവൾക്ക് ഇറങ്ങാനും പറ്റും. അപ്പോൾ ഞാനിങ്ങനെ കൂടെ നിന്ന് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്തായാലും എനിക്ക് ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ. ഇതിങ്ങനെ ഇവിടെ ഇരിക്കണോണ്ട് തന്നെ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴുകുക. ഇനി എന്തായാലും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കഴുകേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ഒന്നുമില്ല, നല്ല എന്താ പറയുക, ചെറിയ തോതിൽ പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കിച്ചുമോളാകെ തുടച്ചെടുത്ത് നല്ല ഫിനിഷാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്ത് നല്ല വൃത്തിയായിട്ടുണ്ടെന്നറിയോ. അപ്പോൾ അടിയിലുള്ള മാക്സിമം ആ വെള്ളമൊക്കെ അങ്ങോട്ട് എടുത്തിട്ടേ, പിന്നെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ പൊടി അതിനകത്തുള്ളൂ, വലുതായിട്ട് പൊടിയൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്നും കൂടി ആയിട്ട് കണ്ടോ നല്ല ഫിനിഷാക്കി എടുത്തു. ഇനി കുടിക്കാനും നനയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഞങ്ങളെന്നാലും ചൂടുവെള്ളമാണ് നമ്മൾ കുടിക്കാൻ ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ്. പച്ചവെള്ളം അങ്ങനെ കുടിക്കലില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കാനും ഞാൻ രാവിലെ തന്നെ കുറച്ച് വെള്ളം ചൂടാക്കിയുടെ വെക്കും. അപ്പോൾ അതൊക്കെയാണ് കുക്ക് ചെയ്യാനും എടുക്കണത് കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒഴിവാക്കാമല്ലോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ താഴെ പോയി മോട്ടർ ഇടണം, അതിലേക്ക് വെള്ളം നിറയ്ക്കാൻ. പിന്നെ കിച്ചുമുളക് കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എനിക്കിനി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോയി വന്നു കേട്ടോ. വന്നിട്ടുള്ള വീഡിയോ ആണ് പിന്നെ കാണിക്കണേ. കിച്ചുമോള് കുളിക്കാൻ വേണ്ടി നിന്നു, ഞാൻ പിന്നെ ഡ്രസ്സ് മാറിയിട്ട് വേഗം അങ്ങനെ പൂക്കോട്ടുംപാടം പോയി കേട്ടോ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറൊക്കെ വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ഞങ്ങൾക്ക് നോലുമ്പായിട്ട് അങ്ങനെ എടുക്കണമൊന്നുമില്ല, ആരും മാല ഇടണമൊന്നുമില്ലല്ലോ. പക്ഷെ എന്നാലും നമ്മൾ ഇന്നത്തെ ദിവസം ഇറച്ചി മീനൊന്നും എന്തായാലും വാങ്ങിക്കണില്ല എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് അവിയലുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു അവിയൽ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവിയലും പപ്പടവും പിന്നെ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടൊന്നുമില്ല, ചിലപ്പോൾ ഉണ്ടാക്കുകയും ചെയ്യും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കയ്യോടെ തന്നെ പെട്ടെന്ന് എടുത്ത് വെക്കട്ടെ, എന്നാലുള്ളൂ ആ ഒരു പണി കഴിയും. അത് കഴിഞ്ഞിട്ട് ഏതായാലും ചോറിനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തിളയ്ക്കണ സമയം കൊണ്ടേ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. ഞാൻ കിച്ചുമോൾ ഇന്ന് വിളിച്ചിട്ടുണ്ട്, അരിയൊക്കെ ഒന്ന് എടുത്ത് കൊടുത്താലേ അവളോടൊന്ന് കഴുകാൻ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിച്ചുമോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അവളെന്തോ മുടി എന്തോ കെട്ടി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന സമയം കൊണ്ടേ കിച്ചുമോൾ അവിടെ അരി കഴുകി വെക്കുമല്ലോ. പിന്നെ വെള്ളം തിളയ്ക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം കൂടെ എടുത്തിട്ടാണ്ട് കഴുകേണ്ടിടാലോ. അപ്പോൾ അവൾ വന്നിട്ടുണ്ട് കേട്ടോ. അവൾ വന്ന അരി കഴുകാണ്. കുഞ്ഞു പണികളൊക്കെ കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, വലിയ ജോലികൾ കൊടുക്കണ്ടല്ലോ. പിന്നെ ഞാൻ കോമഡി ചെയ്യുമ്പോൾ ഓരോന്ന് ചെയ്യിപ്പിക്കണത് അതിനായിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ അങ്ങനെ അവരങ്ങനെ പണിയെടുക്കാനൊന്നും അവർ കിട്ടുമൊന്നുമില്ല. പിന്നെ അതുമല്ല അങ്ങനെ എടുപ്പിക്കലുമില്ല. ഇങ്ങനെ കുഞ്ഞു പണികളൊക്കെ. പിന്നെ ടാങ്ക് കഴുകണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറി നിന്നിട്ട് ഞാനൊപ്പം നിന്നിട്ട് ഹൈറ്റിൻ്റെ പുറത്തൊന്നും അല്ലല്ലോ കയറണേ. അപ്പോൾ ഞാൻ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളതൊക്കെ വെച്ചു, നമ്മുടെ ഉള്ളിക്കൊട്ടയിലേക്ക് വെക്കാനുള്ള വെച്ചു. പിന്നെ ഇന്ന് എടുക്കാനുള്ള കുറച്ച് ഇവിടെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അരിയൊക്കെ തിളച്ചു, അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം, അരിയല്ല വെള്ളം തിളച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയണത് ഞാൻ പറഞ്ഞല്ലോ അവിയലാണ് ഉണ്ടാക്കണത്. അപ്പോൾ അവിയലിക്കുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കണം. അതിൻ്റെ കൂടെ ക്യാരറ്റും തിന്നുന്നുണ്ട് കേട്ടോ.
ക്യാരറ്റ് പിന്നെ കണ്ടു കഴിഞ്ഞാൽ ക്യാരറ്റ് നേന്ത്രക്കായല്ലേ, പച്ചക്കായ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ തിന്നും. പിന്നെ അതാ കിച്ചുമോള് തേങ്ങ ചിരകണ്ട എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചിരകണുണ്ട് കേട്ടോ. അത് വലിയ പേടിയുള്ള കാര്യമാണ്, കയ്യിൽ അഥവാ കയറി കൊണ്ടാൽ. അപ്പം ഞാൻ പറഞ്ഞു മതി മതി ചിരകണ്ട, അവിടെ വെച്ച് പോയിക്കോ, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് അവൾ ചെറുകി, ബാക്കിയുള്ള തേങ്ങയ്ക്ക് ഞാൻ ചെറുകി, പച്ചക്കറി എല്ലാ കഷ്ണവും അരിഞ്ഞിട്ടോ. ചേന ഞാൻ ലാസ്റ്റാണ് അരിഞ്ഞത്, കാരണം എനിക്ക് കൈ ചൊറിയുന്നുള്ള ഉറപ്പാണ്. എന്നിട്ട് തന്നെ ഇപ്പോൾ കൈ ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച്, അതായത് നമ്മൾ ആദ്യം അവിയലിന് അരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് കറക്റ്റ് സൈസില്ലാത്ത കുറച്ച് പീസുകളൊക്കെ ഉണ്ടല്ലോ, കഷ്ണങ്ങൾ, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകിയിട്ട് ഞാനൊരു പാത്രത്തിലിട്ട് വയ്ക്കും, ബോട്ടിലിൽ ഒരു അടുപ്പുള്ള പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്തെങ്കിലും പച്ചക്കറി, ഇതാണ് കേട്ടോ, അത് കഴുകി എടുത്ത് വെച്ചതാണ്, എന്തെങ്കിലും കറി ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാമല്ലോ. ചിലപ്പോൾ എനിക്ക് തോന്നിയൊരു സാമ്പാർ ഉണ്ടാക്കണം എന്നിങ്ങനെ തോന്നുന്നുണ്ട്, ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഷ്ണം എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തു. കരിവേപ്പിൻ്റെ ഇല മാത്രമല്ല, കരിവേപ്പിൻ്റെ ഇല തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. അപ്പോൾ നമ്മുടെ അവിയൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതാണ് അടച്ചു വെച്ചു. പിന്നെ അടുത്ത പരിപാടി കുറച്ച് പപ്പടം കൂടെ കാച്ചി വയ്ക്കട്ടെ കേട്ടോ. കുറച്ച് തന്നെ കാച്ചിരിക്കണുള്ളൂ കേട്ടോ, എല്ലാം ഫുള്ളൊന്നും കാച്ചിരിക്കണില്ല, അതും കൂടെ കാച്ചി വയ്ക്കണം. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് സാമ്പാറും കൂടി ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി കുറച്ച് കഷ്ണങ്ങൾ ഇരിക്കണ്ടല്ലോ, അതെല്ലാം എടുത്തിട്ടില്ല, കുറച്ചെടുത്തിട്ട് വേഗം അതിലേക്ക് തക്കാളിയും അതൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് ചെറിയൊരു കായത്തിൻ്റെ കഷ്ണമിട്ട് വേവിക്കാൻ വെച്ചിട്ടോ. ബാക്കിയുള്ള മസാലകളൊക്കെ ഞാൻ ഇനിയിപ്പോൾ അത് കറി ഒന്ന് വറവിടുമല്ലോ, അതിലേക്കാണ് ചേർക്കണേ. അപ്പോൾ ഒരു 2 വിസിലടിച്ചപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുക്കർ. ഇനിയിപ്പോൾ അതിലേക്കുള്ള വറവിടാനുള്ളതൊക്കെ ഒന്ന് തയ്യാറാക്കുകയാണേ. അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ ഉലുവയും കടുകും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ടും കൂടെ. പിന്നെ അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഉണക്കമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക്, അതും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി ചേർത്തു, സാമ്പാർ പൊടി ചേർത്തു, പിന്നെ ഒരു നുള്ളു മുളക് പൊടി വളരെ കുറച്ചാണ് ചേർത്തത്. എന്നിട്ട് എല്ലാം മൂപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കറൊന്ന് തുറന്ന് നോക്കി, നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്തുണ്ടോയെന്ന് അറിയണമല്ലോ. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ടാണ് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലുണ്ട് കേട്ടോ. കായം പൊടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, അത് ഞാനത് ഒഴിവാക്കി. ലാസ്റ്റ് ഉണ്ടായിരുന്ന പൊടിയൊക്കെ കണ്ട് കട്ടയായി പോയിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ കായത്തിൻ്റെ കട്ട ഉണ്ടല്ലോ, അതാണ് വാങ്ങിയത്. അതിനാണ് ടേസ്റ്റ് കൂടുതലും, ഒന്നുകൂടെ ഫ്ലേവർ അതിനാണ് തോന്നുന്നുണ്ട്. അഭിപ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ഫ്ലേവർ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാമ്പാറൊക്കെ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിരിക്കും സാമ്പാർ. മല്ലിയില ഇട്ട് കൊടുത്ത് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ സാമ്പാറും ആയി, ചോറായി, അവിയലായി, എല്ലാം കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അവിയൽ കുറച്ച് അധികം ഉണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ അവിയൽ ഇനിയിപ്പോൾ 2 ദിവസം ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. സാമ്പാർ വളരെ കുറച്ച് തന്നെ ഉള്ളൂ. പിന്നെ പപ്പടം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടികളൊക്കെ സെറ്റായി. അതിൻ്റെ ഇടയിൽ കിച്ചുമോള് വരുന്നുണ്ട്, അമ്മ നല്ല മണം വരുന്നുണ്ട്, അമ്മ സാമ്പാർ ഉണ്ടാക്കിയോന്ന് ചോദിച്ചാണ്ട്. അപ്പോൾ വേഗം പാത്രമൊക്കെ എടുത്ത് ചോറ് വിളമ്പി, സാമ്പാർ കുറച്ച് അധികം ഒഴിക്കുന്നുണ്ട് കേട്ടോ അവൾ. നല്ല മണം, മല്ലിയിലേൻ്റെയും കായത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിയൽ കുറച്ച് എടുത്തിട്ടുള്ളൂ, സാമ്പാറും എടുക്കും. അതുപോലെ തന്നെ അവിയൽ വലിയ ഇഷ്ടമല്ല കിച്ചുമോൾക്ക്, അപ്പോൾ കുറച്ച് എടുക്കുള്ളൂ. സാമ്പാറും പപ്പടത്തിൻ്റെ ആളാണ്. ഈ ഒരു ബക്കറ്റ് മൊത്തം മുന്നിൽ വെച്ച് കൊടുത്താൽ ആ പപ്പടം മൊത്തം തിന്ന് കഴിച്ചോളും. അത്ര ഇഷ്ടമാണ് പപ്പടം. തത്ത പപ്പടം കഴിക്കൂല കേട്ടോ, തത്തയ്ക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും അവളൊക്കെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇന്നത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.